എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു കട്ട്ലറ്റാണ് തയ്യാറാക്കുന്നത്. പക്ഷേ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മധുരമുള്ളൊരു കട്ട്ലറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പം മധുരം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ഏത്തപ്പഴമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നല്ല ഈസിയും അത്യാവശ്യം നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കട്ട്ലറ്റ് തയ്യാറാക്കുന്നത്. അപ്പം മീഡിയം പഴുപ്പിലുള്ള നേന്ത്രപ്പഴം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പഴുപ്പ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലറ്റ് ഉരുട്ടിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ 2 ഏത്തപ്പഴവും ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉള്ളിലെ നാരൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഉടച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം. ആ നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കറുത്ത എള്ള് ഇട്ട് കൊടുത്തൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കണമെന്നൊന്നുമില്ല. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ചെറുതായിട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിൽ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ അളവുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം കാഷ്യൂനട്ട് കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഇത്ര ഫൈനായിട്ട് പൊടിയാക്കണമെന്നില്ല, കുറച്ചുകൂടെ വലുപ്പത്തിൽ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടാലും മതി. ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പോളം തേങ്ങ ചിരകിയതാണ്. അപ്പോൾ ആ തേങ്ങയൊക്കെ ഒരേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ആ തേങ്ങയിലെ വെള്ളമയമൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഏത്തപ്പഴവും കാഷ്യൂനട്ടും തേങ്ങായും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഈ പാത്രത്തിൽ നിന്നൊരു വിട്ട് കിട്ടുന്ന പരുവമാണ് നമുക്ക് വേണ്ടുന്നത്. ഒരുപാട് വെള്ളമയം ഉണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം ഒന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ ഈ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവം, അതാണ് നമുക്ക് വേണ്ടുന്നത്. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പരുവം ഇത് കണ്ടോ, പാത്രത്തിൻ്റെ അറ്റത്തേക്ക് പിടിക്കാത്ത പോലെ ഇങ്ങനെ ഉരുണ്ട് വരുന്ന പരുവം, ആ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ചൊന്ന് തണുക്കാനായിട്ട്, അത് നമ്മുടെ കൈ കൊണ്ട് ഉരുട്ടാൻ പാകത്തിന് തണുക്കാൻ വേണ്ടിയിട്ട് വിടാം. ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ കൂട്ടൊക്കെ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്, ചെറിയ ചൂടുണ്ട് ഇപ്പോഴും. ഇനി നമ്മൾ സാധാരണ കട്ട്ലറ്റിനൊക്കെ ഉരുട്ടിയെടുക്കുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കുക. ഞാനിപ്പം സാധാരണ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ അധികം വെള്ളമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഈസി ആയിട്ട് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇതുപോലെ ഈ ഏത്തപ്പഴത്തിൻ്റെ കൂട്ടെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ എനിക്ക് ഇതുപോലെ 7 കട്ട്ലറ്റിനുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആ ഉരുട്ടിയെടുക്കുന്ന സൈസിനനുസരിച്ചിട്ട് എണ്ണത്തിലും വ്യത്യാസം വരും. ഇനി നമുക്കിത് സാധാരണ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കണം. അപ്പം ഒന്നെങ്കിൽ നമുക്ക് മുട്ട വെള്ളയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ മൈദയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് തിക്കുമാകരുത്, അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ ഞാൻ ഇവിടെ മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്.
വേറൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസിന് പ്രത്യേകിച്ച് അളവ് പറയാനില്ല, കാരണം നമുക്ക് മുക്കാൻ ആവശ്യമായിട്ടുള്ളത് എത്രയോ അത്രയും എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി നമ്മൾ ഈ കട്ട്ലറ്റിൽ ഓരോന്നും ആദ്യം മൈദയുടെ കൂട്ടിൽ മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി മാറ്റി വയ്ക്കാം. പിന്നെ റൊട്ടിപ്പൊടി ഒരുപാടങ്ങ് വരാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഒത്തിരി കോട്ടിങ് ഉണ്ടെങ്കിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് അതങ്ങ് മൂത്തങ്ങ് കരിഞ്ഞ പോലെ വരും. അപ്പോൾ ചെറിയൊരു ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിങ് മതി. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റൊക്കെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി വറക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പം അതിലേക്ക് ഈ കട്ട്ലറ്റ് ഓരോന്നും ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം എണ്ണ കുടിച്ചു പോകും. അതുപോലെ തീ കൂടി കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ പോലെ മൂത്ത പോലെ വരികയും ചെയ്യും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യുക. പിന്നെ ഉള്ളിലുള്ള ഏത്തപ്പഴമൊക്കെ ഓൾറെഡി വെന്തതാണ്, അപ്പോൾ പിന്നെ ഒത്തിരി അങ്ങ് ഇട്ട് വേവിക്കേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ ഇതുപോലൊരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറുവശം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കട്ട്ലറ്റിൻ്റെ മറുവശവും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ബാക്കിയിരിക്കുന്ന കട്ട്ലറ്റും കൂടെ ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പുറമേ അങ്ങനെ അധികം മൂത്തൊന്നും പോയിട്ടില്ല, നല്ല കറക്റ്റ് പാകത്തിന് ഇരിപ്പുണ്ട്. ഉള്ളും ആവശ്യത്തിന് മാത്രം വെന്ത് ഒത്തിരി അങ്ങ് കുഴഞ്ഞൊന്നും അല്ല ഇരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കട്ട്ലറ്റിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസത്തിൽ ഇടയ്ക്കൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് നന്നായിട്ട് ഇഷ്ടപ്പെടും, മധുരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ അറിയുന്നവരൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.